ഹലോ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് രണ്ടാമത്തെ മൊഡ്യൂളാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു മൊഡ്യൂളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതാണ് സിലബസ്. നമുക്ക് മൾട്ടിപ്ലക്സിംഗ്, ടൈപ്പ് ഓഫ് മൾട്ടിപ്ലക്സിംഗ്, ആപ്ലിക്കേഷൻ, ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. മൊബൈൽ കമ്മ്യൂണിക്കേഷൻ, എന്താണ് GSM, സെല്ലുലാർ ആർക്കിടെക്ചർ, കാര്യങ്ങളൊക്കെ. ഓക്കെ, നോക്കാം. എന്താ മൾട്ടിപ്ലക്സിംഗ് എന്ന് പറഞ്ഞാൽ? മൾട്ടിപ്ലക്സിംഗ് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരു ചാനലാണ് നമ്മളെ കയ്യിൽ. ഓക്കെ, ഒരു ലിങ്ക് എൻ ഇൻപുട്സിനെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ത്രൂ സിംഗിൾ ലിങ്കിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു ടൈം, ഒരു ആവശ്യം നമുക്ക്. അങ്ങനത്തെ സമയത്താണ് നമ്മൾ മൾട്ടിപ്ലക്സിംഗ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നമുക്ക് ചാനൽസ് ഇൻപുട്ടുകൾ വന്നു. ചാനൽ 1, ചാനൽ 2, 3, 4, 5, 6, ഓക്കെ, അപ് ടു ചാനലിന് ഇൻപുട്ട് വന്നു. ഒറ്റ സിംഗിൾ ലൈനാണ് നമ്മളെ കയ്യിലുള്ളത്. അപ്പൊ നമ്മൾ മൾട്ടിപ്ലക്സ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ആ ലിങ്ക് കഴിഞ്ഞാൽ ഡിമാക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഡിസ്പ്ലേസ് ചെയ്യുന്നു. ഡിമാക്സ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും പഴയ പോലെ ഇൻപുട്സിലേക്ക് തന്നെ ഔട്ട്പുട്സിലേക്ക് തന്നെ മാറ്റുന്നു. എന്ന് കൊടുത്തു എന്നെ ഔട്ട്പുട്ട് ആണ്. പക്ഷെ അതിന്റെ ഉള്ളിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് സിംഗിൾ ആയി മൾട്ടിപ്ലക്സിംഗ് ഫോർമാറ്റിൽ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് മൾട്ടിപ്ലക്സിംഗ് ഒക്കെ ഉള്ളത് നോക്കാം. മൾട്ടിപ്ലക്സിംഗ് ഈസ് ദ ഷെയറിംഗ് ഓഫ് മീഡിയം ഓർ ബാൻഡ് വിഡ്ത്ത്. ഓക്കെ, മീഡിയം ഓർ ബാൻഡ് വിഡ്ത്ത് ഷെയർ ചെയ്യുന്നതിനാണ് മൾട്ടിപ്ലക്സിംഗ് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ ഈ മീഡിയം അല്ലെങ്കിൽ ഇതിന്റെ ബാൻഡ് വിഡ്ത്ത്. ഓക്കെ, സെയിം ബാൻഡ് വിഡ്ത്തിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ. ഫോർ എക്സാമ്പിൾ, ഒരു ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയാറുണ്ട് പിന്നെ ബാൻഡ് വിഡ്ത്തിന്റെ കാര്യങ്ങൾ പറയാറ്. അപ്പൊ എങ്ങനെ പറയാറ്? അപ്പോ ഒരു ടവറിന്റെ അണ്ടറിൽ 2, 3 അല്ലെങ്കിൽ 4 ഫോൺ ഉണ്ടെന്നില്ലേ? ഇവര് സെപ്പറേറ്റ് ബാൻഡ് വിഡ്ത്തിലായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഇയാള് ഈ ടവറിലുള്ള ഒരാളുമായിട്ടായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, വേറൊരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, വേറൊരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ്. ഇവർ കോമൺ ആയിട്ട് ഒരു ബാൻഡ് വിഡ്ത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഇയാൾ സംസാരിക്കുന്ന ഡാറ്റ ഇയാളേക്ക് എത്തും, ഇയാൾ സംസാരിക്കുന്ന ഇവിടേക്ക് എത്തും, എല്ലാവർക്കും കേൾക്കാൻ പറ്റും. അതാണ് ഷെയറിംഗ് കോമൺ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ചില സമയത്ത് നമുക്ക് അങ്ങനെ ആവശ്യമുണ്ട്, ഷെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ബാൻഡ് വിഡ്ത്തോ അല്ലെങ്കിൽ ചാനലോ. ഓക്കെ, ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് മൾട്ടിപ്പിൾ സിഗ്നൽസ് കമ്മിങ് ഫ്രം മൾട്ടിപ്പിൾ സോഴ്സസ്, ഓക്കെ, then combine transfer ഓവർ എ സിംഗിൾ കമ്മ്യൂണിക്കേഷൻ ഓർ ഫിസിക്കൽ ലൈൻ. ഒരു സിംഗിൾ കമ്മ്യൂണിക്കേഷൻ ലൈനിലൂടെ, ഒരു സിംഗിൾ ലൈനിലൂടെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനാണ് മൾട്ടിപ്ലക്സിംഗ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഏതൊക്കെ ടൈപ്പ് ആണുള്ളത് നമുക്ക് വി ഹാവ് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ്, ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ്, വേവ് ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ്, കോഡ് ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് ആൻഡ് സ്പേസ് ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ്. ദീസ് 5 ടൈപ്സ് ആർ അവൈലബിൾ. ദെൻ നമുക്ക് ഓൾറെഡി ഡിസ്കസ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ സിലബസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ആകെ 3 ഒന്ന് ഫ്രീക്വൻസി FEM, യു ക്യാൻ സേ TDM ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ്. ഓക്കെ, 2 ദെൻ വേവ് ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ്. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സിലബസ്. അപ്പൊ നോക്കാം നമുക്ക് ഏതൊക്കെയാണെന്നുള്ളത്, എങ്ങനെയൊക്കെയാണ്. അപ്പൊ നോക്കാം, നമുക്ക് ഫസ്റ്റ് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ്. ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് എന്താണ് ഇവിടെ നോക്കുക? ടൈപ്പ് ഓഫ് നമുക്കറിയാം ടൈപ്പ് ഓഫ് മൾട്ടിപ്ലക്സിംഗ് ആണ്. ബാൻഡ് വിഡ്ത്ത് ഓഫ് എ സിംഗിൾ ഫിസിക്കൽ മീഡിയം. നോക്കുക, ഇതാണ് കീവേഡ്. ബാൻഡ് വിഡ്ത്ത് ഓഫ് എ സിംഗിൾ ഫിസിക്കൽ മീഡിയം ഈസ് ഡിവൈഡഡ് ഇൻടു സെവറൽ സ്മോളർ ഇൻഡിപെൻഡന്റ് ഫ്രീക്വൻസീസ് ആണ്. കണ്ടോ, ഒരു സിംഗിൾ ബാൻഡ് വിഡ്ത്തിന്റെ മീഡിയം എന്ത് ചെയ്യുന്നു? നമ്മൾ എന്ത് ചെയ്യുന്നു? പല ചാനൽസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, സെവറൽ സ്മോളർ ഇൻഡിപെൻഡന്റ് ഫ്രീക്വൻസി. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളെ ഫോർ എക്സാമ്പിൾ ഇതൊരു 2 ആണ്, 3 ആണ്, 4 ആണ്. ഫ്രീക്വൻസിന്റെ ബേസിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ഇൻപുട്ടുകൾ എന്ത് ചെയ്യുന്നു? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഇവിടത്തേക്ക് എത്തിക്കുന്നു. ക്ലിയർ ആണ്? എന്താണ് ഫ്രീക്വൻസി? എന്ത് ചെയ്യുന്നു? സ്മോൾ ഫ്രീക്വൻസി ഇൻഡിപെൻഡന്റ് ഫ്രീക്വൻസി ചാനലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ഇൻഡിപെൻഡന്റ് ഫ്രീക്വൻസി ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കാൻ പറ്റും. ഇവിടെ ആക്ച്വലി ഇവിടെ നോക്കാം, ഇവിടെ നമുക്ക് ഒറ്റ സിംഗിൾ ലൈനോ ഉള്ളൂ. പക്ഷെ എന്ത് ചെയ്യുന്നു? ഈ ലൈൻ എന്ത് ചെയ്യുന്നു? ഒരു സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു വലിയ റോഡ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ വലിയ റോഡ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഈ റോഡില് നമുക്ക് കാറ് പോകണം, അതുപോലെ തന്നെ ബൈക്ക് പോകണം, അങ്ങനെയൊക്കെ പോകണം. ഓക്കെ, ടോൾ ആയിക്കോട്ടെ. ടോൾ ഒരു എക്സാമ്പിളാണ്. ടോളിന് എന്താണ്? ബൈക്ക് പോകാൻ ഒരു ഏരിയ ഉണ്ട്, വലിയ വണ്ടി പോകാൻ ഒരു ഏരിയ. ഓക്കെ, ആ റോഡിനെ തന്നെ പല ഭാഗങ്ങളാക്കി ഡിവൈഡ് ചെയ്തു. പല ഭാഗങ്ങളാക്കി ആ റോഡിന്. അതേപോലെ എന്ത് ചെയ്യുന്നു? ഇവിടെ എന്ത് ചെയ്യുന്നു? ഫ്രീക്വൻസി സ്മോൾ ഫ്രീക്വൻസി ആക്കി ഈ സിംഗിൾ ചാനലിനെ എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. ദിസ് ഈസ് കോൾഡ് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ്. എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് പല ചാനലാക്കിയിട്ട് മാറ്റി. ക്ലിയർ ആയിരിക്കും. ഓക്കെ, ഇത് നോക്കാം, അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാം. എന്തൊക്കെയാണ് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് യൂസ്ഡ് ഇൻ റേഡിയോ ആൻഡ് ടെലിവിഷൻ ട്രാൻസ്മിഷൻ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. റേഡിയോ ആൻഡ് ടെലിവിഷൻ ട്രാൻസ്മിഷൻ.
റേഡിയോ ആൻഡ് ടെലിവിഷൻ ട്രാൻസ്മിഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റാണ്. In FTM, we can observe a lot of inter cross talk. ഇതിന്റെ റീസൺ എന്താ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഇന്റർ ക്രോസ് ടോക്ക്? നേരത്തെ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഒരു ടവറിന്റെ അണ്ടറിലാണ്, ഇതൊരു ടവർ ആണ്. ഇതിന്റെ അണ്ടറിൽ ഒരുപാട് സിസ്റ്റം ഉണ്ട്. സെയിം ബാൻഡ് വിഡ്ത്ത് ആണ് ഷെയർ ചെയ്യുന്നതെങ്കിൽ എന്താണ്? ഇവിടെ ക്രോസ് ടോക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ക്രോസ് ടോക്ക് വരാനുള്ള ചാൻസ് ഡ്യൂ ടു fact that this type of multiplexing the bandwidth is divided into frequency channel. എന്തുകൊണ്ടാണ് സെവറൽ ബാൻഡ്വിഡ്ത്തിന് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്തു. സിംഗിൾ ബാൻഡ്വിഡ്ത്ത് ആണെങ്കിൽ പോലും ഫോർ എക്സാമ്പിൾ ഒരു 25 എന്ന് പറയുന്ന ബാൻഡ്വിഡ്ത്തിലാണ് ഒരു ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ഈ 25 പിന്നെ ഒരുപാട് ഡാറ്റ പോവാണെങ്കിൽ അവിടെ ക്രോസ് ടോക്ക് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ സോഴ്സ് 1 സോഴ്സ് 2 സോഴ്സ് 3 സോഴ്സ് 4 ഒക്കെ ഈ ഡെസ്റ്റിനേഷനിലോട്ട് D1 D2 D3 ഓക്കെ, ഇതൊക്കെ സെയിം ബാൻഡ്വിഡ്ത്ത് ആണ് ഷെയർ ചെയ്യുന്നതെങ്കിൽ അവിടെ ക്രോസ് ടോക്ക് വരാനുള്ള ക്രോസ് ടോക്ക് എന്ന് പറഞ്ഞാൽ വേറൊരു നോയ്സ് വരിക, നോയ്സ് എന്ന് പറയാം. ഓക്കെ, വരിക വേറൊരു ഇത് വരാം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഡിവൈഡഡ് ഇൻറ്റു ഫ്രീക്വൻസി. ഓക്കെ, in order to prevent inter-channel crosstalk, unused strip of bandwidth must be placed between each channel. എന്താണ് നമ്മൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടി ഒരു unused strip of bandwidth, ഓക്കെ, അതിനൊരു ഓക്കെ must be placed between each channel എന്നാ പറയുന്നത്. ഓക്കെ, these unused strip between channel is known as ഗോഡ് ബാൻഡ്. അപ്പൊ എന്താണ് ഗോഡ് ബാൻഡ് കണ്ടുപിടിക്കാനൊക്കെ നമുക്ക് കുറെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഗോഡ് ബാൻഡ് ഒക്കെ എത്രയാണ്? അപ്പൊ നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട, നമുക്ക് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഗോഡ് ബാൻഡ് എന്ന് പറയുന്ന ഗോഡ് ബാൻഡ് മീൻസ് എന്താ? ഒരു ബാൻഡ് വിഡ്ത്ത് പ്ലേസ് ചെയ്യണം. എന്നാ എന്തിനാണ്? വി ക്യാൻ അവോയ്ഡ് ഓക്കെ ബൈ implementing ഗോഡ് ബാൻഡ് between each channel or you can say each communication, we can avoid the crosstalk. ഓക്കെ, അതാണ് ഒന്നാമത്തെ ഒരു കാര്യം പറയുന്നത്. നോക്കാട്ടോ, അതിന്റെ ഒരു ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫിഗർ നോക്കുക, അവിടെ കണ്ടോ? ഫിഗർ ഇവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇവിടെ? ഗോഡ് ബാൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇംപ്ലിമെന്റ് ചെയ്യുന്നു. നമ്മൾ ചാനലിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഇവിടെ കൊടുക്കുന്നു. എല്ലാ ചാനലും n ചാനൽ ഉണ്ടെങ്കിൽ n ഫ്രീക്വൻസി ആക്കി ഡിവൈഡ് ചെയ്യുന്നു. ആ n ഫ്രീക്വൻസിയുടെ ഇടയിൽ നമ്മൾ ഒരു എന്താണ് അൺയൂസ്ഡ് ബാൻഡ് വിഡ്ത്ത് കൊടുക്കുന്നു. അപ്പൊ എന്താണ്? ബാൻഡ് വിഡ്ത്തിന്റെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ് അത് ആക്ച്വലി. ഓക്കെ, അത് കൊടുക്കുന്നത്. ബാൻഡ് വിഡ്ത്ത് സെയിം ബാൻഡ് വിഡ്ത്ത് ആകുമ്പോഴാണ് പ്രശ്നം. സെയിം ബാൻഡ് വിഡ്ത്ത് ആവുമ്പോഴാണ് ക്രോസ് ടാക്ക് ഉണ്ടാകുന്നത്. ആ ക്രോസ് ടാക്കിന്റെ ബാൻഡ് വിഡ്ത്തിന് ഒരു വേരിയേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ അൺയൂസ്ഡ് സം ഗോഡ് ബാൻഡ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഹോപ്പ് യു ക്ലിയർ. നെക്സ്റ്റ് നോക്കുക, ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ് നോക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു ടോപ്പിക് ആണ്. ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ് നമ്മൾ എന്താ ഡിവൈഡ് ചെയ്യുന്നത്? നമ്മൾ ആ ചാനലിൽ പോകുന്ന ഡാറ്റ പോകുന്ന ടൈമിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. എന്താ നോക്കുക കേട്ടോ. ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ് ഈസ് ഡിഫൈൻഡ് ആസ് ടൈപ്പ് ഓഫ് മൾട്ടിപ്ലെക്സിംഗ് where in FTM instead of sharing portion of bandwidth in form of channel TDM, time is shared. Time ആണ് sharing. Time. Okay. Each connection occupies a portion of time in link. അപ്പൊ എന്താണ്? നമ്മൾ ഓരോന്നിനും ഓരോ ടൈം, ഒരു പോർഷൻ ഓഫ് ടൈം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ആ ടൈമിന്റെ ബേസിൽ എന്ത് ചെയ്യുന്നു? അത് ചാനൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇൻ ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ് ഓൾ സിഗ്നൽ ഓപ്പറേറ്റ് ദ സെയിം ഫ്രീക്വൻസി ആണ്. ഓക്കെ, അപ്പൊ ക്രോസ് ടാക്ക് അവിടെ ഇല്ല. ടൈം ആണ് ഇവിടെ നോക്കുക. ഓരോന്നിനും ഓരോ ടൈം പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഓരോന്നിനും ഓരോ ടൈമിലൂടെ എന്ത് ചെയ്യുന്നു? ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ഇന്ന ടൈമിന് നീ പോകുന്ന അറിയില്ല. അതേപോലെ തന്നെ ടൈം ആയിട്ട് എന്ത് ചെയ്യുന്നു? ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ക്ലിയർ ആയിരുന്നില്ല? ടൈം ഡിവിഷൻ. ഇത് തന്നെ നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് സിങ്ക്രോണസ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ് ഓർ അസിങ്ക്രോണസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ്. സിങ്ക്രോണസ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ് എന്ന് പറഞ്ഞാൽ ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ് ഇൻപുട്ട് ഫ്രെയിം already has a slot output frame. Time slot are grouped into frame. One frame consists of one cycle of time. അപ്പൊ സിങ്ക്രണസ് എന്ന ഒരു ഫ്രെയിമിന് ഒരു സൈക്കിൾ ടൈം ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് ടൈം സ്ലോട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇത് എഫിഷ്യന്റ് അല്ല. ഇൻപുട്ട് ഫ്രെയിം ഹാസ് നോ ഡാറ്റ ടു സെൻഡ്. എ സ്ലോട്ട് റിമൈൻസ് എംപ്റ്റി ദ ഔട്ട്പുട്ട് ഫ്രെയിം. അതായത് ഫോർ എക്സാമ്പിൾ ഓരോന്നിനും ഇവിടെ n ഇൻപുട്ട് ലൈൻസ് ഉണ്ട്. ഇതൊരു ചാനലാണ്, ടൈം ആണ്. ഓക്കെ, അപ്പൊ ഒരു ഔട്ട്പുട്ട് ലൈൻസിലോട്ട് അത്ര ഔട്ട്പുട്ട് ലൈൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ S1 S2 S3 S4 D1 D2 ഓക്കെ D3 D4 whatever it is.
ഇവിടെ നോക്കുക, ഇവിടെ ഓരോന്നിനും S1 ഒരു ടൈം സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്, ഇതിനൊക്കെ ടൈം സ്ലോട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ടൈം സ്ലോട്ടിൽ ഈ ഡാറ്റയ്ക്ക് ഒക്കെ സെൻഡ് ചെയ്തു, കുഴപ്പമില്ല. ഇവർക്ക് ഡാറ്റ ഇല്ല, സെൻഡ് ചെയ്യാനില്ല, അവൈലബിൾ അല്ല എങ്കിൽ ഈ ടൈം സ്ലോട്ട് അവിടെ വേസ്റ്റ് ആണ് ഈ ടൈം സ്ലോട്ട്. അപ്പൊ എല്ലാത്തിനും പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതാണ് ടൈം സ്ലോട്ട് വേസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വെച്ചാൽ ഇൻ സിങ്ക്രണസ് TDM വി നീഡ് ടു മെയിൻറ്റെയിൻ ദ സിങ്ക്രണസ് ബിറ്റ് അറ്റ് ദി ബിഗിനിങ് ഓഫ് ഈച്ച് ഫ്രെയിം. അപ്പൊ സിങ്ക്രണൈസ് ബിറ്റ് എന്ത് ചെയ്യണം? ഏതാണ്? എല്ലാ ഫ്രെയിമിന്റെയും നമ്മൾ എന്താ സിങ്ക്രണൈസേഷൻ ബിറ്റ് ഉണ്ട്, എസ് ബിറ്റ്. ഓക്കെ, എല്ലാ ഫ്രെയിമിന്റെയും കൂടെ ഇതാണ് ഡാറ്റ നമ്മൾ എന്ത് ചെയ്യുന്നു? അറ്റാച്ച് ചെയ്യുന്നു. ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓറാസ് യു ക്യാൻ സേ, ഇതാണ് ഇതാക്കണ്ടോ സിങ്ക്രണസ് ബിറ്റ് ഇതാ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, 0, 1 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർ അസിങ്ക്രണസ് ബേസ്ഡ്. Statistical TDM, time division multiple, whereas output frame is collect data from input frame till it is full, not leaving any empty slot like synchronous. അപ്പൊ എന്താ, ഒരു empty slot അവിടെ ഉണ്ടാവില്ല. അതാണ് സിങ്ക്രണസും അസിങ്ക്രണസും തമ്മിലുള്ള വ്യത്യാസം. In statistical TDM or asynchronous, we need to include address of each particular data slot as being sent to the output frame. അവിടെ എന്താണ്, നമ്മൾ അഡ്രസ് എന്ത് ചെയ്യുന്നു? ഓരോന്നിന്റെയും അഡ്രസ് എന്ത് ചെയ്യുന്നു? നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോന്നിന്റെ അഡ്രസ്, ഓരോന്നിന്റെ DD1 BB1 കണ്ടോ, ഓരോന്നിന്റെയും അഡ്രസ് എന്ത് ചെയ്യുന്നു? നമ്മൾ കൂടെ അറ്റാച്ച് ചെയ്യുന്നു. അതാണ് അസിങ്ക്രണസ്. ദർ ഇസ് നോ എന്താണ് എം ടി ടൈം സ്ലോട്ട് അവിടെ അല്ല. അതാണ് സിങ്ക്രണസും അസിങ്ക്രണസും. Then you can say wavelength division multiplexing. WDM is a technology. എന്താണ് ഇവിടെ? വേവ് ആണ്. ഇൻക്രീസ് ദി കപ്പാസിറ്റി ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ ട്രാൻസ്മിറ്റിംഗ് മൾട്ടിപ്പിൾ ഒപ്റ്റിക്കൽ സിഗ്നൽസ് സൈമൾട്ടേനിയസ്ലി ഓർ എ സിംഗിൾ ഒപ്റ്റിക്കൽ ഫൈബർ വിത്തിൻ ഡിഫറെന്റ് വേവ് ലെങ്ത്. ഇവിടെ എന്താണ്? ഡിഫറെന്റ് വേവ് ലെങ്ത്തിൽ എന്ത് ചെയ്യുന്നു? ഒപ്റ്റിക്കൽ ഫൈബർ യൂസ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുന്ന മെക്കാനിസം ആണ് വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ്. ഈച്ച് സിഗ്നൽ ക്യാരിഡ് ഔട്ട് ഡിഫറെന്റ് വേവ് ലെങ്ത്. വളരെ ഇമ്പോർട്ടന്റ്. ഓഫ് ലൈറ്റ്. ഓക്കെ, ഒപ്റ്റിക്കൽ ഫൈബർ ആകുമ്പോൾ എന്താണ്? ലൈറ്റ്, നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ലൈറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ദി റിസൾട്ടിംഗ് സിഗ്നൽ കമ്പൈൻ ടു ദ സിംഗിൾ ഒപ്റ്റിക്കൽ ഫൈബർ ട്രാൻസ്മിഷൻ. ഓക്കെ, അപ്പൊ വേവ് എന്ത് ചെയ്യുന്നു? വേവിനെ ഡിവൈഡ് ചെയ്ത് എന്ത് ചെയ്യുന്നു? ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അറ്റ് റിസീവിംഗ് ആൻഡ് ഈച്ച് സിഗ്നൽ സെപ്പറേറ്റഡ് ബൈ ദെയർ വേവ് ലെങ്ത്. ഓരോ സിഗ്നലിന്റെ വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നു, ദെൻ ഡീമൾട്ടിപ്ലെക്സ് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഡെസ്റ്റിനേഷനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ്. ക്ലിയർ ആയിട്ട് WDM രണ്ടെണ്ണം ആക്കി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. രണ്ട് ഇതുണ്ട്. DWDM ഈസ് യൂസ്ഡ് ഇൻ മൾട്ടിപ്ലെക്സ് ലാർജ് നമ്പർ ഓഫ് ഒപ്റ്റിക്കൽ സിഗ്നൽസ് ഓൺ സിംഗിൾ ഫൈബർ ഒപ്റ്റിക്സ്. Typically 8 each channels with space 0.8 nm or less between channels. CWDM എന്ന് പറഞ്ഞാൽ എന്താ? ലോവർ കപ്പാസിറ്റി ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന. ടിപ്പിക്കലി 18 ആണ്. ഇവിടെ എന്താണ്? 80 ചാനൽസ് ഉണ്ട്. ഇവിടെ 18 ചാനൽസ് 20 nm ബിറ്റ്വീൻ ദി ചാനൽ. ആ ചാനലിന്റെ ഇതാണ് ഡിസ്റ്റൻസ് ആണ്, സ്പേസിംഗ് ഡിസ്റ്റൻസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മൾട്ടിപ്ലക്സിംഗിൽ നമുക്ക് പറയാം. ഇനി നമുക്ക് മൊബൈൽ ആർക്കിടെക്ചറിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നോക്കാം. മൊബൈൽ ആർക്കിടെക്ചർ. ഓക്കെ, നോക്കാട്ടോ, നല്ലോണം ശ്രദ്ധിച്ചിരിക്കുക. മൊബൈൽ ആർക്കിടെക്ചർ നോക്കാം. മൊബൈൽ ആർക്കിടെക്ചറിൽ നമ്മൾ പഠിക്കാനുള്ളത് നമുക്ക് എങ്ങനെയാണ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ, എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ എന്താണ്, പിന്നെ ഈ GSM എന്താണ്. GSM എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ. GSMന്റെ ഫുൾ ഫോം എന്താണ്? ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ. ഇതാണ് നമ്മളെ GSMന്റെ ഫുൾ ഫോം എന്ന് പറയും, ഗ്ലോബൽ സിസ്റ്റം ഫോർ. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് GSMൽ ഉള്ളത് എന്നുള്ളതാണ്. ഇവിടെ കുറെ ഷോർട്ട് ഫോമുകൾ കാണാം. ആദ്യം തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് RSS, NSS, OSS. നിങ്ങൾ എവിടെയെങ്കിലും ഈ ഫിഗറിൽ കാണുന്നു RSS, NSS, OSS. RSS, NSS, OSS. ഈ മൂന്ന് കാര്യങ്ങൾ. RSS എന്താണ്, NSS എന്താണ്, OSS എന്താണ്? അപ്പൊ നോക്കാം RSS എന്താണെന്ന് നോക്കാം. RSSന് ഫുൾ ഫോം റേഡിയോ സബ് സിസ്റ്റം എന്താണ്? RSS എന്ന് പറഞ്ഞാൽ റേഡിയോ സബ് സിസ്റ്റം. ഓക്കെ. ദെൻ NSS എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് സ്വിച്ചിങ് സബ് സിസ്റ്റം. NSS എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് സ്വിച്ചിങ് സബ് സിസ്റ്റം. ദെൻ OSS എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ സബ് സിസ്റ്റം. ഓപ്പറേഷൻ സബ് സിസ്റ്റം ഓർ ബേസ് സ്റ്റേഷൻ സബ് സിസ്റ്റം എന്ന് പറയും. ഇതിന് നമ്മളെ RSSന് എന്താണ്? ബേസ് സ്റ്റേഷൻ, BSS ബേസ് സ്റ്റേഷൻ സബ് സിസ്റ്റം.
BSS, ബേസ് സ്റ്റേഷൻ സബ്സിസ്റ്റം. അപ്പൊ ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ട് മൂന്ന് ഇതാണ്. ഒരു ഇന്റർഫേസ്, എ ഇന്റർഫേസ് ഉണ്ട്, ഒ ഇന്റർഫേസ് ഉണ്ട്. ഇവിടെ കാണാം, ഇവിടെ ഒരു ഇതാണ് നമ്മുടെ RSS എന്ന് പറയുന്നത്. ഇത്രയും ഭാഗമാണ് മുകളിലോട്ടുള്ളതാണ്. ഇതാണ് ഈ രണ്ട് ഇന്റർഫേസ് കണ്ടോ, ഇതിന്റെ ഇതാണ് നമ്മുടെ NSS, ഇതാണ് OSS. ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും കേട്ടോ എക്സാമിന് ചോദിക്കും. അപ്പൊ നോക്കാം. RSS എന്ന് പറഞ്ഞാല്, അല്ലെങ്കിൽ MS, മൊബൈൽ സബ്സിസ്റ്റം. അപ്പൊ RSS എന്തൊക്കെയുള്ളത്? RSS RSS അല്ലെങ്കിൽ ബേസ് സബ്സിസ്റ്റം, നമ്മൾ എന്താ പറയുക BSS എന്ന് പറയും. അതിലുള്ള ഒരു സംഭവമാണ് MS, മൊബൈൽ സബ്സിസ്റ്റം. അവിടെ കണ്ടോ, RSS ഒരാളാണ് MS എന്ന് പറഞ്ഞാൽ മൊബൈൽ സ്റ്റേഷൻ. എന്താണ് ഫുൾ ഫോം ഒക്കെ മനസ്സിലാക്കിയേക്കണം. മൊബൈൽ സ്റ്റേഷൻ. ഈ മൊബൈൽ സ്റ്റേഷനിൽ നമുക്ക് രണ്ട് ഇൻഫോർമേഷൻ ആണ് ഉണ്ടാവുക. നമ്മളെ മൊബൈൽ കമ്പനി, ഒന്ന് യൂസർ സ്പെസിഫിക് ഇൻഫോ. എന്താ യൂസർ സ്പെസിഫിക് ഇൻഫോർമേഷൻ? രണ്ട് ഡിവൈസ് സ്പെസിഫിക്, നമ്മളെ മൊബൈലിനെ കുറിച്ച്. ഒന്ന് നമ്മുടെ ഡീറ്റെയിൽസും ഒന്ന് മൊബൈലിന്റെ ഡീറ്റെയിൽസും ഉണ്ടാവുക ഇവിടെ. ഓക്കെ, ഡിവൈസ് സ്പെസിഫിക് ഇൻഫോർമേഷൻ. എന്തൊക്കെയുള്ളത്? ഒന്ന് യൂസർ സ്പെസിഫിക് ഇൻഫോർമേഷൻ, രണ്ട് മൊബൈൽ സ്പെസിഫിക് ഇൻഫോർമേഷൻ. യൂസർ സ്പെസിഫിക് ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വളരെ സിമ്പിൾ ആണ്. നമ്മുടെ സിം നമ്മളെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. സിമ്മിൽ പിൻ ഉണ്ടാവും. ഓക്കെ, പിൻ, പേഴ്സണൽ ഐഡന്റിറ്റി നമ്പർ. പിൻ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഐഡന്റിറ്റി നമ്പർ. ഫുൾ ഫോം നോട്ട് ചെയ്യണേ. രണ്ട്, PUK കോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ ഉള്ളതാണ്. PUK കോഡ് എന്ന് പറഞ്ഞാൽ പിൻ അൺബ്ലോക്കിംഗ് കീ കോഡ്. പിൻ അൺബ്ലോക്കിംഗ് കീ കോഡ്. IMSI, ഇന്റർനാഷണൽ മൊബൈൽ സബ്സ്ക്രൈബർ ഐഡന്റിറ്റി. ISMI, ഇന്റർനാഷണൽ മൊബൈൽ സബ്സ്ക്രൈബർ ഐഡന്റിറ്റി. ഓക്കെ, IMSI ഇന്റർനാഷണൽ മൊബൈൽ. ഓക്കെ, നേരെ തിരിച്ചു. എന്താണ്? ഇന്റർനാഷണൽ മൊബൈൽ സബ്സ്ക്രൈബർ ഐഡന്റിറ്റി, ISM. Then KI, authentication key. KI, authentication key. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മൊബൈൽ സ്റ്റേഷനിലെ യൂസർ സ്പെസിഫിക് ഇൻഫോ ആയ സിമ്മിലുള്ളത്. ഒക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ. ദെൻ വളരെ അറിയുന്ന കാര്യമാണ് ഡിവൈസ് സ്പെസിഫിക് ഇൻഫോ. IMEI നമ്പർ, നമ്മളെപ്പോഴും IMEI നമ്പർ അല്ലെ, IMEI നമ്പർ ഉണ്ട്. ഇന്റർനാഷണൽ മൊബൈൽ എക്യുപ്മെന്റ് ഐഡന്റിറ്റി. ഫുൾ ഫോം ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് നമ്മളെ മൊബൈൽ സ്റ്റേഷനിലുള്ളത്. ആരാണ്? ഇന്റർനാഷണൽ മൊബൈൽ എക്യുപ്മെന്റ് ഐഡന്റിറ്റി ആയ ഡിവൈസ് സ്പെസിഫിക് ഇൻഫോ, യൂസർ സ്പെസിഫിക് ഇൻഫോ ആണ് മൊബൈൽ സ്റ്റേഷനിലുള്ളത്. ഹോപ്പ് യു ക്ലിയർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ദെൻ നിങ്ങൾക്ക് കാണാം, അടുത്തത് ഒരാളെ കാണാം. ആരാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? BTS എന്ന് കാണാം. ബേസ് ട്രാൻസീവർ സ്റ്റേഷൻ. എന്താണ്? ബേസ് ട്രാൻസീവർ സ്റ്റേഷൻ. എന്തിനാണ്? കണക്ട് ദി കോൾ. ഇതിന്റെ ഇതാണ് പറയുന്നത്, കണക്ട് കോൾ. ദെൻ എന്താണ്? ലൊക്കേഷൻ. ഇതാണ് ബേസ് ട്രാൻസീവർ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ബേസ് ട്രാൻസീവർ സ്റ്റേഷൻ എന്താണ്? കണക്ട് ദി കോൾ, ഇതിന്റെ യൂസ് ആണ്. ദെൻ എന്താണ്? നമ്മുടെ ലൊക്കേഷൻ. ദെൻ UM ഇന്റർഫേസ് എന്ന് പറയുന്ന ഒരു ഇന്റർഫേസ് കാണാൻ പറ്റും. ഇവർ തമ്മിലുള്ള ഒരു ഇന്റർഫേസ് ആണ് UM ഇന്റർഫേസ്. മൊബൈൽ സ്റ്റേഷനും BTSഉം ഇവർ തമ്മിലൊരു ഇന്റർഫേസ് ആണ് മൊബൈൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അതായത് ഇവർ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി MSഉം അതുപോലെ തന്നെ BTSഉം കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് UM ഇന്റർഫേസ്. ഇത് നിങ്ങൾക്ക് കാണാം റേഡിയോ സെൽ എന്ന് പറഞ്ഞിട്ട് കാണാം. ജിയോഗ്രഫിക്കൽ ഏരിയ കവേർഡ് ബൈ എ ബേസ് സ്റ്റേഷൻ. റേഡിയോ സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മൊബൈൽ സ്റ്റേഷന്റെ ജിയോഗ്രഫിക്കൽ ഏരിയ കവേർഡ് ബൈ എ ബേസ് സ്റ്റേഷൻ. ദെൻ BSE എന്ന് കാണാം. BSE, ബേസ് സ്റ്റേഷൻ കൺട്രോളർ. എന്താണ്? ബേസ് സ്റ്റേഷൻ കൺട്രോളർ. അതാണ് BSE എന്ന് പറയുന്നത്. എന്താണ് BSE? ബേസ് സ്റ്റേഷൻ കൺട്രോളർ. അപ്പൊ ഈ ആർക്കിടെക്ചറിൽ ഓരോ കാര്യങ്ങളാണ് ഡിഫൈൻ ചെയ്യുന്നത്. എന്താണ്? ബേസ് സ്റ്റേഷൻ കൺട്രോളർ ആണ് BSE എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ നമ്മുടെ RSS കഴിഞ്ഞു.
ദെൻ RSSനെയും NSSനെയും തമ്മിൽ എന്താണ് സെപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്നതാണ്. RSSനെയും NSSനെയും കണക്ട് ചെയ്യുന്ന ഒരു ഇന്റർഫേസ് ആണ് എന്ത് എ ഇന്റർഫേസ് എന്ന് പറയുന്നത്. എ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ RSSനെയും NSSനെയും കണക്ട് ചെയ്യുന്നതാണ്. ദെൻ NSS എന്ന് പറഞ്ഞാലാണ് ഓക്കെ നമ്മളെ മൊബൈൽ സിസ്റ്റം അല്ലെങ്കിൽ GSMന്റെ ഹാർട്ട് എന്ന് പറയുന്നത്. ഹാർട്ട് ഓഫ് ദി GSMന്റെ ഹേർട്ട് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ NSS ആണ്, അല്ലെങ്കിൽ SS സബ് സിസ്റ്റം എന്ന് പറയും. എന്ത് പറയും? ഓർ യു ക്യാൻ സേ SS സബ് സിസ്റ്റം എന്ന് പറയും. MSC എന്ന് പറഞ്ഞാൽ മൊബൈൽ സർവീസ് കൺട്രോളർ. എന്താണ്? BSC എന്ന് പറഞ്ഞാൽ ബേസ് സ്റ്റേഷൻ കൺട്രോളർ ആണെങ്കിൽ MSC എന്ന് പറഞ്ഞാൽ എന്താണ്? മൊബൈൽ സ്റ്റേഷൻ കൺട്രോളർ. ദിസ് ഈസ് കോൾഡ് MSC. ദെൻ എന്താണ്? ഇതാണ് ഡിസിഷൻ മേക്കർ. ആരാണ്? MSC ആണ്. ഡിസിഷൻ മേക്കർ ആരാണ്? MSC ആണ്. ഡിസിഷൻ മേക്കർ ആരാണ്? MSC ആണ്. ദെൻ GMSC എന്ന് പറഞ്ഞാൽ ഗേറ്റ് വേ ഓഫ് MSC ടു MSC കണക്ഷൻ ആണ്. ഓക്കെ, ഗേറ്റ് വേ വൺ MSC ഇൻ ടു അതർ MSC കണക്ഷൻ ആണ്. കണക്ട് ടു GSM ടു അതർ സ്റ്റാൻഡേർഡ് ബൈ യൂസിങ് GMSC. അപ്പൊ വേറെ നെറ്റ്വർക്ക് ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് GMSC, ഗ്ലോബൽ മൊബൈൽ സ്റ്റേഷൻ കൺട്രോളർ. ഗ്ലോബൽ വേറൊരാളായിട്ട് കണക്ട് ചെയ്യാം. ക്ലിയർ ആയിട്ട് MSC തന്നെ എന്താണ്? രണ്ട് ഡാറ്റ ബേസ് ഉണ്ട് MSCയിൽ. ഒന്നതാ HLR, VLR. HLR എന്ന് പറഞ്ഞാൽ ഹോം ലൊക്കേഷൻ രജിസ്റ്റർ ആണ്. ഹോം ലൊക്കേഷൻ രജിസ്റ്റർ നമ്മളെ അതിന്റെ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി. ദെൻ VLR എന്ന് പറഞ്ഞാൽ വിസിറ്റർ ലൊക്കേഷൻ രജിസ്റ്റർ. അപ്പൊ ഡീറ്റെയിൽസ് ഓഫ് ഡിവൈസ് ഡാറ്റ രജിസ്റ്റർ അണ്ടർ ദി ഹോം നെറ്റ്വർക്ക് പെർമനന്റ് ഡാറ്റാബേസ് ആണ് VLR എന്ന് പറയുന്നത്. HLR. ഇവിടെ ഡിവൈസസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതിനെ കുറിച്ചുള്ളൊക്കെ സ്റ്റോർ ചെയ്യാം. VLR എന്ന് പറഞ്ഞാൽ വിസിറ്റർ ലൊക്കേഷൻ രജിസ്റ്റർ ആണ്. ടെമ്പററി ഡാറ്റാബേസ് ആണ്. ഡീറ്റെയിൽസ് അണ്ടർ MSC. എന്താണ്? HLR ആൻഡ് VLR, ഹോം ലൊക്കേഷൻ രജിസ്റ്റർ ആൻഡ് VLR എന്താണ്? നമ്മുടെ വിസിറ്റർ ലൊക്കേഷൻ രജിസ്റ്റർ. അപ്പൊ NSSനെയും OSSനെയും എന്താണ് കണക്ട് ചെയ്യുന്നതാണ് O ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം OSSന്റെ ഫുൾ ഫോം ഞാൻ അവിടെ പറഞ്ഞിരുന്നു. എന്താണ് OSSന്റെ ഓപ്പറേഷൻ സബ്സിസ്റ്റം. ഇതാണ് OSS എന്ന് പറയുന്നത്, ഓപ്പറേഷൻ സബ്സിസ്റ്റം. OSSൽ എന്താണ്? OSSൽ ഒരു ഒന്നാമതുള്ളത് AC എന്ന് പറയുന്നത്. AC, ഓതന്റിക്കേഷൻ ഇനിഷ്യേറ്റഡ് ബൈ MSC. ഇതാണ് AC, ഓതന്റിക്കേഷൻ ആണ്. ഓക്കെ, ഈ AC എന്താണ്? കണക്റ്റഡ് ടു HLR, VLR, MSC ഇവരൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ കണക്ഷൻ. ദെൻ OMSC എന്ന് പറഞ്ഞിട്ട് ഒരാളാണ്. OMSC, ഓപ്പറേഷൻ മെയിന്റനൻസ് സെന്റർ. ഓൾ ദ ഓപ്പറേഷൻസ് ആണ്. എല്ലാ ഓപ്പറേഷനും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? OMSC ആണ്. ഓപ്പറേഷൻ മെയിൻറ്റെയിൻഡ്. ദെൻ EIR എന്ന് പറയുന്ന ഡാറ്റാബേസ്. എക്യുപ്മെന്റ് ഐഡന്റിറ്റി രജിസ്റ്റർ. എന്താണ്? എക്യുപ്മെന്റ് ഐഡന്റിറ്റി രജിസ്റ്റർ. ഫുൾ ഫോം ഒക്കെ ഓർത്ത് വെക്കണേ. എക്യുപ്മെന്റ് ഐഡന്റിറ്റി രജിസ്റ്റർ. എക്യുപ്മെന്റ് ഐഡന്റിറ്റി. ഓക്കെ, അപ്പം ഇവിടെ എന്താണ്? IME ഇൻഫോർമേഷൻ ഒക്കെ ഇവിടെ ഉണ്ടാവുക നമ്മുടെ ഈ എക്യുപ്മെന്റ് ഐഡന്റിറ്റി രജിസ്റ്ററിലാണ് ഉണ്ടാവുക. IME ക്ലിയർ ആയിട്ട്. ഇതാണ് നമ്മളെ GSM ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് GSM ആർക്കിടെക്ചർ. ഞാൻ ഇവിടെ അതിന്റെ സ്പെസിഫിക്കേഷനും ഇന്റർഫേസ് ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോട്ടായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒക്കെ നോട്ട് ചെയ്ത് നോക്കട്ടോ. അത്രയും കാര്യങ്ങൾ നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ സെല്ലുലാർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് സെല്ലുലാർ സിസ്റ്റത്തിന്റെ മുന്നേ ഞാനൊന്ന് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ പറയാം. മൊബൈൽ IP കമ്മ്യൂണിക്കേഷൻ. അടുത്തൊരു ഹെഡിങ് ആണ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. വളരെ ഇത് ഒരു essay ചോദിക്കാൻ ചാൻസ് ഉള്ള കേട്ടോ. അതിന് അധികം ചോദിക്കുന്ന ഒരു സംഭവമാണ്. essay ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. എങ്ങനെയാണ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ നോട്ട് ചെയ്തൊക്കെ ഓരോ പോയിന്റ് നോട്ട് ചെയ്തൊക്കെ. അപ്പൊ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മൾ എന്താണ് മൊബൈൽ IP, നമ്മൾ എങ്ങനെയാണ് ഹൗ ടു സെൻഡ് ഡാറ്റ ഫ്രം
ഇൻ ടു എ മൊബൈൽ ഡിവൈസ്. നമ്മൾ എങ്ങനെ മൊബൈൽ ഡിവൈസസിലോട്ട് ഡാറ്റ സെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ ടെർമിനോളജി നമ്മൾ മൊബൈൽ ഐ പിയിൽ യൂസ് ചെയ്യുന്ന മൊബൈൽ ഐ പി എന്തായിട്ട് എനേബിൾസ് ദ ട്രാൻസ്ഫർ ഓഫ് ഇൻഫോ ടു ഫ്രം ദി വൺ മൊബൈൽ ടു അനദർ. ഓക്കെ, ഡിവൈസസ് ഇസ് കോൾഡ് മൊബൈൽ ഐ പി. ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ച് വേർഡ്സ് പഠിക്കാണ്ട്. ഫസ്റ്റ് മൊബൈൽ നോഡ്, എം എൻ എന്ന് പറയുന്ന സംഭവം. മൊബൈൽ നോഡ് എം എൻ എന്ന് പറയുന്ന സംഭവം. മൊബൈൽ നോഡ് ഇവിടെ കണ്ടോ, എം എൻ. ഓക്കെ, എ ഡിവൈസ് വിച്ച് മൂവ് വൺ ലൊക്കേഷൻ ടു അനദർ. ഓക്കെ, മൊബൈൽ നോഡ് എന്ന് പറഞ്ഞാൽ ഒരു നോഡിൽ നിന്ന് ഒരു ടവറിന്ന് വേറൊരു ടവറിലേക്ക് ലോഡ് ചെയ്യുന്നതാണ് എന്താണ് എം എൻ എന്ന് പറയുന്നത്. ദെൻ കറസ്പോണ്ടിങ് നോഡ്, സി എൻ എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് എ നോഡ് വിച്ച് കമ്മ്യൂണിക്കേറ്റ് വിത്ത് മൊബൈൽ നോഡ്. ഓക്കെ, മേ ബി മൊബൈൽ ഈസ് ഫിക്സ്ഡ് ഓർ മൂവ്. ഓക്കെ, മൊബൈൽ. ഓക്കെ, അതായത് ഇതെന്താണ് ഇവിടെ എന്താണ് മൂവ് ചെയ്യുന്നതാണ്, മൂവ് വൺ ലൊക്കേഷൻ ടു ആണ്. ഇതെന്താണ് കറസ്പോണ്ടിങ് നോഡ് എന്ന് പറഞ്ഞാൽ ദ നോഡ് വിച്ച് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദി മൊബൈൽ നോഡ് മേ ബി മൊബൈൽ ഓർ ഫിക്സ്ഡ്. അതായത് മൊബൈൽ എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുന്ന ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഫിക്സ്ഡ് ആയിട്ടുള്ള അതിനെ കമ്മ്യൂണിക്കേറ്റ് കറസ്പോണ്ടിങ് നോഡ് എന്ന് പറയുന്നത്. ദെൻ ഹോം നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ദ നെറ്റ്വർക്ക് ഇൻ വിച്ച് മൊബൈൽ സിസ്റ്റം ഇനിഷ്യലി രജിസ്റ്റർ. നമ്മളെ ഹോം നെറ്റ്വർക്ക് നിങ്ങൾ മൊബൈൽ വാങ്ങുന്ന സമയത്ത് ഒരു നെറ്റ്വർക്കുമായിട്ട് ഒരു ടവറൊക്കെ ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അതാണ് എന്ത് ഹോം നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ. ഹോം നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ കാലിക്കറ്റിന്റെ അണ്ടറിലുള്ള ഏതൊരു ടവറിലായിരിക്കും നിങ്ങൾ അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതാണ് നിങ്ങളെ ഹോം നെറ്റ്വർക്ക്. അല്ലെങ്കിൽ നിങ്ങളെ മലപ്പുറം ഏതെങ്കിലും ആയിക്കോട്ടെ, അതാണ് ഹോം നെറ്റ്വർക്ക്. ദെൻ ഹോം ഏജന്റ് എന്ന് പറയുന്നത്, ഹോം ഏജന്റ് ഹോം ഏജന്റ് ഹോം ഏജന്റ് എന്ന് പറഞ്ഞാൽ ബേസ് സ്റ്റേഷൻ ഓഫ് ഹോം നെറ്റ്വർക്ക്. ഏതാണ് നമ്മളെ ഹോം നെറ്റ്വർക്കിന്റെ ഒരു ബേസ് സ്റ്റേഷൻ ഉണ്ടാവും, അതാണ് ഹോം ഏജന്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഹോം നെറ്റ്വർക്കിന്റെ ഒരു സ്റ്റേഷൻ ഉണ്ടാവും, അതിനെ ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ഹോം ഏജന്റ്. ദെൻ ഫോറിൻ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ മൂവ് ചെയ്ത് വേറൊരു സ്റ്റേഷനിലേക്ക് എത്തി, അതിനെയാണ് നമ്മൾ ഫോറിൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഫോറിൻ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് നെറ്റ്വർക്ക് ഇൻ വിച്ച് മൊബൈൽ സ്റ്റേഷൻ കവേഴ്സ്. നമ്മളിപ്പോ ഞാനിപ്പം T1 എന്ന് പറയുന്ന ടവറാണ് എന്റെ ഹോം ഏജന്റ്. ഞാൻ ഒരു T3 എന്ന് പറയുന്ന ടവറിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഞാൻ കോഴിക്കോട് രജിസ്റ്റർ ചെയ്ത് ഞാൻ ഇപ്പൊ എന്താണ് വാരണാസിയിലോ ലക്നൌവിലോ ഒക്കെ ആണെന്ന് വിചാരിക്കാം. അപ്പൊ ആ ഒരു സ്ഥലത്തിലുള്ള ടവറിനാണ് എന്താണ് ഫോറിൻ നെറ്റ്വർക്ക്. ദെൻ കോർ അഡ്രസ്, COA, സോറി കോർ അല്ല, കെയർ ഓഫ് അഡ്രസ് COA. അപ്പൊ ഇതിന് സിമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. അപ്പൊ ഞാനിപ്പോ വിദേശത്താണ് ജോലി ചെയ്യുന്നത്, അല്ലെ ഞാനിപ്പോ മുംബൈയിലാണ് ജോലി ചെയ്യുന്നതെന്ന് വിചാരിക്കാം. മുംബൈയിൽ ജോലി ചെയ്യുന്ന എന്റെ അടുത്തേക്ക്, എന്റെ വീട്ടിലേക്ക്, എന്റെ വീട് കോഴിക്കോടാണ്. ഓക്കെ, മലപ്പുറത്ത് നിന്ന് എനിക്കൊരു കത്ത് വന്നു, കോഴിക്കോടേക്ക് എന്റെ വീട്ടിലേക്ക് ഒരു കത്ത് വന്നു. അപ്പൊ ഞാൻ അവിടെ അല്ല. അപ്പൊ എന്റെ ഉമ്മ എന്ത് ചെയ്തു, എന്റെ കെയർ ഓഫ് അഡ്രസ് വെച്ചിട്ട്, എന്റെ അഡ്രസ് മുംബൈയിലുള്ള അഡ്രസ് വെച്ചിട്ട് എനിക്ക് ആ കത്ത് തന്നു. അതാണ് ഉമ്മയാണ് കെയർ ഓഫ് ആയിട്ടുള്ളത്. അപ്പൊ എന്താണ് ഇതാണ് കെയർ ഓഫ് എന്ന് പറയുന്നത്, കെയർ ഓഫ് അഡ്രസ് എന്ന് പറയുന്നത്. ആക്ച്വലി എന്റെ ഹോം അഡ്രസ് എന്ന് പറഞ്ഞാൽ കാലിക്കറ്റ് ഉള്ളതാണ്, അതിലോട്ടാണ് ഡാറ്റ വരിക. പക്ഷെ ഞാൻ അവിടെ അല്ലെങ്കിൽ കെയർ ഓഫ് അഡ്രസ് വഴി എന്ത് ചെയ്യും, എന്റെ കറക്റ്റ് ലൊക്കേഷൻ വരും. അതാണ് കെയർ ഓഫ് അഡ്രസ്. അപ്പൊ എന്താണ് കെയർ ഓഫ് അഡ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ് മൊബൈൽ നെറ്റ്വർക്ക് റീച്ച് ബേസ് സ്റ്റേഷൻ. അപ്പൊ ഇതാ അഡ്രസ് ഓഫ് ദി കറണ്ട് പൊസിഷൻ, അതാണ് കെയർ ഓഫ് അഡ്രസ് എന്ന്. അപ്പൊ നമ്മളെ മൊബൈൽ ബേസ് സ്റ്റേഷനിലാണെങ്കിൽ, ഒരു മൊബൈൽ സ്റ്റേഷൻ റീച്ച് ബേസ് സ്റ്റേഷനിലാണെങ്കിൽ ആദ്യം തന്നെ ഏജന്റ് ഡിസ്കവറി ആൻഡ് ഏജന്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ രണ്ട് പ്രോസസ്സ് അവിടെ നടക്കും. നമ്മൾ ബേസ് സ്റ്റേഷനിലാണെങ്കിൽ രണ്ട് പ്രോസസ്സ് നടക്കും. ഏതൊക്കെയാണ് ഏജന്റ് ഡിസ്കവറി ആൻഡ് ഏജന്റ് രജിസ്ട്രേഷൻ. ഇനി നോക്കാം, ഈ ഫിഗർ നോക്കാം. ഇവിടെ ഒരു CN എന്ന് പറയുന്ന കറസ്പോണ്ടിങ് നോഡ്. എന്താണ് നോഡ് കമ്മ്യൂണിക്കേറ്റ് ദ മൊബൈൽ. ഓക്കെ, ഇത് ഫിക്സഡോ എന്തെങ്കിലും ആയിക്കോട്ടെ. അതാ കറസ്പോണ്ടന്റ് നോഡ് എന്തെങ്കിലും ഒരു ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്ത് അങ്ങോട്ട് നമ്മൾ ഹോം നെറ്റ്വർക്കിലോട്ട് ഹോം നോഡ് അല്ലെങ്കിൽ എന്താണ് ഹോം നെറ്റ്വർക്കിലോട്ട് HN എന്ത് ചെയ്തു ഒരു ഡാറ്റ ട്രാൻസ്ഫർ ചെയ്തു. ഡാറ്റ കെയർ ഓഫ് അഡ്രസ് വെച്ചിട്ട് ഒരു ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്തു. ഡാറ്റ പോയി ഡാറ്റ ഹോം നെറ്റ്വർക്കിലോട്ട്. അതാണ് എന്റെ ഇപ്പോഴത്തെ അഡ്രസ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കാം, ഇവിടെ എത്തിയ സമയത്ത് ഞാൻ ഇവിടെ പ്രസന്റ് അല്ല, അല്ലെങ്കിൽ ഞാൻ വേറൊരു സ്ഥലത്താണ് ഉള്ളതെന്ന് വിചാരിക്കുക. അത് കത്ത് കൊടുക്കുന്ന പോലെ ചിന്തിക്കട്ടോ. ഞാൻ ഇവിടെ പ്രസന്റ് അല്ല. അപ്പൊ എന്ത് ചെയ്തു, അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് എന്റെ ഉമ്മ എന്ത് ചെയ്തു, ഈ ഡാറ്റ അവിടെ വന്നത് എന്താണ്, ഡാറ്റ കെയർ ഓഫ് അഡ്രസ് കണ്ടോ. ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്തു, ഫോറിൻ നെറ്റ്വർക്കിന്റെ ഒരു കെയർ ഓഫ് അഡ്രസ് കൂടെ ആഡ് ചെയ്തു. കണ്ടോ, ഞാൻ എന്റെ മുംബൈയിലുള്ള അഡ്രസ് കൂടെ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്തു, എന്റെ ഉമ്മ അങ്ങോട്ടേക്ക് കത്തയച്ചു. കണ്ടോ, കത്തയച്ചു. അപ്പൊ ഇവിടെ എത്തി, എനിക്ക് കിട്ടി. ഇതിനെ പറയുന്ന പേരാണ് അറ്റാച്ചിങ് എന്താണ് ഡാറ്റ ടു കെയർ ഓഫ് അഡ്രസ് ഓഫ് നമ്മുടെ ഫോറിൻ നെറ്റ്വർക്കിന്റെ കെയർ ഓഫ് അഡ്രസ് നമ്മുടെ സെൻഡ് ചെയ്ത ഡാറ്റയായിട്ട് അറ്റാച്ച് ചെയ്യുന്നതാണ് എൻകാപ്സുലേഷൻ എന്ന് പറയുന്നത്. എൻകാപ്സുലേഷൻ
ആ സെൻഡ് ചെയ്യുന്നതിനാണ് ടണലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മൾ എങ്ങനെയാണ് നമ്മളെ മൊബൈൽ നെറ്റ്വർക്കിൽ നടക്കുന്നത്. ഇത്രേ ഉള്ളൂ കൺസെപ്റ്റ്, ഇത്രേ ഉള്ളൂ നോക്കാം. ഇവിടെ ഒരു ടവർ ഉണ്ട്. ഇതാണ് എന്റെ ടവർ T1 എന്ന് പറയുന്ന ടവർ. ഇവിടെയാണ് ഇത് കോഴിക്കോട്. ദെൻ ഇത് T2 എന്ന് പറയുന്ന ടവർ, ഇത് മലപ്പുറം. T3, T4, T5, T6 അങ്ങനെ ഒരുപാടുണ്ട്. ഇത് കൊച്ചി, ഇത് മുംബൈ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു, ഇത് എന്റെ ബേസ് സ്റ്റേഷൻ. എനിക്ക് ഇവിടുന്ന് ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട്, എന്റെ ഒരു ഫ്രണ്ട് എന്ത് ചെയ്യാ, ഡാറ്റ എന്നെ കോൾ ചെയ്യാം, അല്ലെങ്കിൽ ഡാറ്റ സെൻഡ് ചെയ്യാണ്. സെൻഡ് ചെയ്ത സമയത്ത് എന്റെ ബേസ് സ്റ്റേഷനിലോട്ട് പോയി. ഞാൻ ഇവിടെ കറക്റ്റ് ഇവിടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഞാൻ അവിടുന്ന് റിസീവ് ചെയ്യും. ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ എന്ത് ചെയ്തതാ, ഞാൻ എവിടെയാണുള്ളത് എന്റെ കെയർ ഓഫ് അഡ്രസ് പോയി ഞാൻ ഇവിടെ ഡിസ്കവറി രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യും. ഏത് ടവർ ലൊക്കേഷനിലാണുള്ളത് അതിലേക്ക് പോകും, മുംബൈയിലെ ടവർ ലൊക്കേഷനിലോട്ട് പോയി. ഇങ്ങനെയാണ് ഇതാ, ഇവിടുന്നാണ് കെയർ ഓഫ് അഡ്രസ് വെച്ചിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു, എൻകാപ്സുലേറ്റ് ചെയ്യുന്നു, ദെൻ എന്ത് ചെയ്യുന്നു, ടണലിംഗ് ചെയ്യുന്നു. ഈ രണ്ട് പ്രോസസ്സാണ് നമ്മുടെ ഡാറ്റ എന്ത് ചെയ്യുന്നു, നമ്മുടെ T6 എന്ന് പറയുന്ന ഈ ടവറിന്റെ അണ്ടറിലേക്ക് വരും. ഇങ്ങനെയാണ് നമ്മുടെ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ ഇനി നമുക്കുള്ളത് പിന്നെ ഒറ്റ ടോപ്പിക് കൂടെ ആണ്, റേഡിയോ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം, റേഡിയോ സബ് സിസ്റ്റം. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തൊക്കെ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പിന്നെ ഞാനൊന്ന് അതിന്റെ ഇതൊന്ന് പറഞ്ഞുതരാം. അപ്പൊ എന്താണ് ഇൻഫ്രാറെഡ് ആൻഡ് റേഡിയോ കമ്മ്യൂണിക്കേഷന്റെ ഒരു ജസ്റ്റ് ഒന്ന്, റേഡിയോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫ്രാറെഡും റേഡിയോ കമ്മ്യൂണിക്കേഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്. ഇൻഫ്രാറെഡ് ആൻഡ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ ഇൻഫ്രാറെഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഡിസ്റ്റൻസ് ആണ്, നമുക്കറിയാം ഷോർട്ട് ഡിസ്റ്റൻസ് ആണ്. ഇത് ലോങ് ഡിസ്റ്റൻസ് ആണ്. ദെൻ ലൈൻ ഓഫ് സൈറ്റ് വേണം, LOS, നീഡ് LOS, നോട്ട് നീഡ് LOS, നോ LOS, ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയാം. ലൈൻ ഓഫ് സൈറ്റ് നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, ദെൻ TV ആണ് ഒരു എക്സാമ്പിൾ. TV റിമോട്ട് ആണ് എക്സാമ്പിൾ. ഓക്കെ, നോ പെനട്രേഷൻ പവർ, നോ പെനട്രേഷൻ പവർ, നോ പെനട്രേഷൻ പവർ, പെനട്രേറ്റ്. ബ്ലൂടൂത്ത് ആൻഡ് വൈഫൈ എന്താണ്, റേഡിയോ ആണ്, റേഡിയോ സിഗ്നൽസ് ആണ് ബ്ലൂടൂത്ത് ആൻഡ് വൈഫൈ. ഒക്കെയാണ് നമ്മുടെ റേഡിയോ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫ്രാറെഡ് കമ്മ്യൂണിക്കേഷൻ തമ്മിലുള്ള. ക്ലിയർ ആയെന്ന് വെച്ചാൽ